പിന്നെ സൗകര്യങ്ങൾ കുറവാണ്, അതൊക്കെ ആദ്യമേ അങ്ങ് പറയണം. പിന്നീട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവരുത്. Small house, but it's good. Everything's inside. It's very nice house. You can find Yes. Per day 10,000 per day. per day Per day. 10,000 rupees. Fine for you? Okay. Evening Kathakali, Autumnal Evening. Yes. So, 5,000. Kerala traditional dance. Yes. So Kathakali, Autumnal, the another 2-3 dance have. So 1 hour, Yeah. 5,000 rupees. 5,000. Okay. ഡെയിലി വേണമെന്ന് ചോദിച്ചാൽ ഡെയിലി വേണമെന്ന് ചോദിച്ചാൽ You need every day this dance? Every day. Yeah. Maybe. എന്തെങ്കിലും അവരെ ഇഷ്ടമല്ലേ? വൈകുന്നേരം വരുമ്പോ നോ ഷോർട്സ് Yeah, no shorts. വൈകുന്നേരം വരുമ്പോ ഈ അത് കുഞ്ഞ ട്രൗസർ ഇട്ടുകൊണ്ട് വരരുത്, ഫുൾ പാന്റ്. You know the evening time, coming time. Yeah. So not 3x4. Only the dhotis. Only the That's dhotis. fine here. Yes. Because everybody like that. You know? നിറച്ച് പെണ്ണുങ്ങളാണ് പിന്നെ. Yeah, he have so many ladies like that. കളറ് കുഴപ്പമില്ല, കച്ചറകളല്ലേ അല്ലല്ലേ? അപ്പൊ എന്നാ ശരി, എല്ലാം പറഞ്ഞ പോലെ സമ്മതിച്ചല്ല. Bye bye. Thank you. Bye. ഓക്കെ ഓക്കെ. Thank you. Thank you. Thank you. മൈ കമ്മീഷൻ ഫെനി. ഓ ഫെനി, ദിസ് സൈഡ് നോ ലുക്ക്. വെറുതെ ചറവറാന്ന് പറഞ്ഞിട്ടുള്ള കളയാൻ നിൽക്കല്ലേ. ഇന്ന ലംബു വേണ്ടല്ല. കച്ചറ ബോലോ. അതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അവരുടെ പറഞ്ഞ് മനസ്സിലായിട്ടുള്ള നിങ്ങളുടെ അമ്മയുടെ ബന്ധത്തിൽ സായിപ്പന്മാരാരെങ്കിലും ഉണ്ടോ? പിന്നെ ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ ആയിട്ട് സായിപ്പന്മാരല്ലേ. നമ്മുടെ കല്യാണത്തിന് പനിനീര് തെളിച്ചത് സായിപ്പല്ലേ, കണ്ടില്ലായിരുന്നോ? വേണ്ട, എന്റെ ഈ ഉണക്ക തമാശ എന്നോട് പറയരുത് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയണേ ക്ലീറ്റോ? ഞങ്ങളുടെ കുടുംബത്തെ എങ്ങനെ സായിപ്പ് വരാനാ? ചുമ്മാ ഓരോ കൊസറാക്കുള്ളി വർത്താനായിട്ട് വരും. ഇപ്പൊ ഒരു സായിപ്പിനെ പോലെ ഒരുത്തം വന്ന് നിന്റെ അമ്മയുടെ ടാറ്റ ബൈ ബൈ ഒക്കെ കാണിച്ചിട്ട് പോയി. അയ്യോ വന്നോ? അയാൾ വരെ ചെയ്ത് പോവുകയും ചെയ്തു. ആ ഫാസിലും കൂടെ ഉണ്ടായിരുന്നല്ലോ. അതാരാ അത്? അത് നമ്മുടെ വീട്ടിൽ താമസിക്കാൻ വരാൻ പോണവര്. അറിഞ്ഞില്ലേ ക്ലീറ്റോ? നമ്മുടെ ഏത് വീട്ടില്? നമുക്ക് ഏത് വീടാ ഉള്ളത്? അപ്പുറത്തുനിന്ന്. അത് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കാൻ വരുന്നത് അത് ആരാന്ന് എന്താണെന്നൊക്കെ ഞാൻ അറിയണ്ടേ? അപ്പുറത്തെ വീട്ടിലൊരു സായിപ്പ് വരാൻ പോണു. താമസിക്കാൻ അധിക ദിവസം ഇല്ല, കുറച്ച് സമയം, കുറച്ച് ദിവസമേ ഉള്ളൂ. കുറച്ചെന്ന് പറയുമ്പോ അതിന് ഒരു കണക്കില്ലേ? ഒരു 2-3 ദിവസം, അത് കഴിയുമ്പോ അവരങ്ങ് പോകും. ഈ ഒരു സായിപ്പ് മാത്രമേ ഉള്ളൂ? സായിപ്പും സായിപ്പിന്റെ ഭാര്യ ഉണ്ടാവും. മദാമയുണ്ടോ? സായിപ്പിന്റെ ഭാര്യക്കാണ് മദാമ എന്ന് പറയുന്നത്. അല്ല, അവര് നല്ലതാ വരുന്നത്. എന്നാലും എന്നോടൊരു വാക്ക് ഇത് പറയണ്ടേ, ഞാൻ അറിയണ്ടേ. പെട്ടെന്ന് ഇനി അയാളെ അയ്യോ, അവൻ എന്നോട് പറഞ്ഞത് അത് ക്ലീറ്റോനോട് പറയണോന്നുള്ളത് ഞാൻ വിട്ടുപോയതാ. നീ വിട്ടുപോകുമല്ലോ, ആവശ്യമുള്ളതൊന്നും എന്നോട് പറയത്തില്ല. ഇനി എങ്ങനെ സായിപ്പ് മദാമയും കൂടെ അവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഇംഗ്ലീഷിൽ അവരോട് പറയും മോശമായിട്ട്, പിന്നെ അവർക്കത് ഫീൽ ചെയ്യും. അല്ല, നല്ലതാ കേട്ടോ. വീട്ടിലൊരു സായിപ്പ് മദാമയൊക്കെ ഉണ്ട് താമസിക്കണമെന്നൊക്കെ പറഞ്ഞ ഒരു അഭിമാനമാണ്. മാത്രമല്ല ഇതിന് ഇംഗ്ലീഷിലൊക്കെ കുറച്ച് സംസാരിക്കാം. നമ്മൾ ഇംഗ്ലീഷ് എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമോ അത്രയും നമ്മൾ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ അവരോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പോവാ? എനിക്ക് അത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ മോളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാൻ വിടുന്നത് എന്തിനാണ്? പക്ഷെ അതിലിപ്പോ ഇംഗ്ലീഷും ഇല്ല മലയാളവും ഇല്ല. ഈ നിർബന്ധിച്ച് പാസിന്റെ പരിചയത്തിലൊക്കെ ഉള്ള ഏതാണ്ട് വലിയ സായിപ്പൊക്കെ വരാൻ പോണത്. ദൈവത്തെ ഓർത്ത് അവരെ 3 ദിവസമെങ്കിലും അവിടെ നിർത്തണം. അവര് വന്നോട്ടെ, അതിനിപ്പോ വേറെ എന്താണ് ഇവിടെ പ്രശ്നം? ഇവിടെ ആർക്കാണ് പ്രശ്നം? കൂടുതൽ ഇംഗ്ലീഷ് പറയാൻ പോകണ്ട, എനിക്ക് അറിയാവുന്നതുകൊണ്ടാ. അല്ല, അവർക്ക് ടൈം പാസിന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാ നമ്മള് പറയാ. അപ്പൊ ഇതിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം പാസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നിനും വേണ്ടിയിട്ടോ അവന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് ആ ചെറുക്കൻ ചെയ്തേക്കണത്. അപ്പൊ അല്ല, ഈ സായിപ്പ് എന്ത് പൈസ വല്ലതും കൊടുക്കാന്ന് പറഞ്ഞു അവർക്ക്? പിന്നെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അവനവിടെ താമസിപ്പിക്കാന്ന് വെച്ചേ. ഇവിടെ താമസിക്കണതിന് പൈസ വാങ്ങണമല്ലോ അല്ലേ? പിന്നെ ആരെങ്കിലും വെറുതെ എന്താണ് ഇപ്പൊ എന്തോ ടൂറിസം ഈ വീട്ടിലൊക്കെ അതന്നെ ആ സാധനം അതാ അങ്ങനെയാന്നാ പറഞ്ഞേക്കണേ. അപ്പൊ അവിടുന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് 3 ദിവസത്തേക്ക് അതിന്റെ 30,000 രൂപയോ എന്തോ. പാവം അവന് ആകെ ഭയങ്കര ആശ്വാസമാകും ആ പൈസ കിട്ടിയ. അതെല്ലേ? നന്നായി. ഞാനും അതെ, ഒരു ആശ്വാസം തന്നെയാണ് സത്യം പറഞ്ഞാൽ. നമുക്കിപ്പോ 100 രൂപ ആയാലും ഒരു ആശ്വാസം. പിന്നില്ലേ? എന്തായാലും 15,000 രൂപ കിട്ടുമ്പോ ഒരു ആശ്വാസം തന്നെയാണ്. 15,000 രൂപ കിട്ടുമ്പോ ഒരു ആശ്വാസം തന്നെയാണ്. ആർക്ക്?
അല്ല മുഴുവൻ തരാന്നാ പറഞ്ഞിരിക്കണേ. 30,000 രൂപ ക്ലീറ്റോന് തരും. അതൊക്കെ മര്യാദ കേട്. എന്ത് മര്യാദ? നമ്മള് അങ്ങനെ അത്ര ആഗ്രഹം ഒന്നും കാണിക്കാൻ പാടില്ല. നമുക്ക് പകുതി മതി. ക്ലീറ്റോന് വേറെ ഒരു പണിയില്ലേ ക്ലീറ്റോ? എന്ത് നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ പണിക്ക് പോവാനേ. അല്ലേ ഇറന്ന് തിന്നണവനെ തുറന്നു തിന്നാൻ വേണ്ടിട്ട്. എനിക്ക് തുറന്നു തിന്നെ ഇത്തിരി ഇഷ്ടമാണെന്ന് നീ കൂട്ടിക്കോ. എപ്പോഴും അങ്ങനെ തുറക്കാനുള്ളത് കിട്ടൂല. പിന്നെ അതെന്ത് ഇടപാടാണ്? കണ്ട എവിടെയെങ്കിലും കിടക്കുന്ന ആൾക്കാരെ കൊണ്ട് ഇവിടെ താമസിപ്പിക്കുക, എന്നിട്ട് അവരെ പൈസ വാങ്ങിച്ചിട്ട് ഒറ്റയ്ക്ക് വിഴുങ്ങുക, അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. നീ ആരാ? അവന്റെ പെങ്ങളല്ലേ? അതെ പെങ്ങൾ. അതുകൊണ്ടായി പറഞ്ഞത്. അവനെന്റെ ആങ്ങളേക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എന്ത് കാണിക്കാനാ പൈസ? നിങ്ങൾക്ക് കുടുംബം നടത്താനൊന്നുമല്ലല്ലോ. ഈ കുടുംബത്തിലെ കാര്യം നോക്കണമെന്ന് ഞാൻ അപ്പൊ എനിക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അല്ല എന്റെ കയ്യിൽ പൈസ ഇരുന്ന് അങ്ങ് ഓടിക്കളയും. ഓടിക്കളയും. പിന്നെ എനിക്കൊന്നും അറിയണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ പകുതി കിട്ടണമെങ്കിൽ മാത്രമേ ഇത് ഞാൻ ഇവിടെ അനുവദിക്കുള്ളൂ. പിന്നെ നിങ്ങളുടെ അനുവാദം ആരാ ചോദിക്കും? മാത്രമല്ല എവിടെ കിടന്ന ഒരു സാഹിബും മദാമയും നമ്മളെ വീട്ടിൽ ഒന്ന് താമസിച്ചിട്ട് അവിടെ ഇറങ്ങി നിൽക്കും. എന്നെ പോലെ ഒരു പ്രമുഖം അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോ എന്തെങ്കിലും ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞാൽ എനിക്കതൊന്നും ഇഷ്ടപ്പെടൂല. അതെ, അത് പഴയതാണ്. നമുക്ക് ഇടിക്കുമ്പോ ഇങ്ങനെ ഇടിക്കാം. ഇപ്പൊ വേണ്ട. അതുകൊട്ടെ. അമ്മ സമ്മതിച്ചോ? അമ്മ സമ്മതിച്ചോ? അപ്പൊ എല്ലാരും കൂടെ ചേർന്നുള്ളൊരു ഗൂഢാലോചനയാണല്ലേ ഇത് നടക്കണത്? എനിക്കൊന്ന് കാണണം. എന്റെ ക്ലീറ്റോ ഇങ്ങോട്ട് വാ. ക്ലീറ്റോ തൊട്ടതെല്ലാം ഇങ്ങനെ കൊളാക്കല്ലേ. ഒന്ന് നീ ഇങ്ങോട്ട് കയറി വാടാ. അലമാ അതാണ്ട ഈ പൂവിനെ കുറിച്ച് ഒരു സംശയം, അത് ചോദിക്കാനാ ഇനി വന്നേ. പൂവിനെ കുറിച്ചൊരു സംശയമോ? എന്നാ അത് എന്താണെന്നൊന്ന് അറിയണമല്ലോ. അമ്മ ഈ പൂവില്ലേ അമ്മ? ഇതാ അത് സൂര്യകാന്തിയാണോ ജമന്തിയാണോ? ഇത് സൂര്യകാന്തി. ഇത് ജമന്തി അല്ല, കടലാസ് പൂവാണ്. അല്ല അപ്പം മറ്റത് സൂര്യകാന്തി തന്നെയാണല്ലേ? അയ്യേ, ഞാനേ നമ്മുടെ തക്കിളി മോളുമായിട്ട് പണ്ടായം വെച്ച് ഞാൻ പറഞ്ഞു ഇത് സൂര്യകാന്തി അല്ല ജമന്തിയാണെന്ന്. ചേടാ ജമന്തി വളരെ ചെറുതല്ലേ, ആ പൂരെന്തൊരു മണമാണ്. അതെ അതെ അതെ. അല്ലമ്മ അപ്പൊ നമ്മള് ഇവിടെ വന്നു പോയ സായിപ്പാരമ്മ? അയ്യോ, അവര് വിദേശത്ത് നമ്മുടെ രാജ്യം കാണാൻ വന്നവരാ. ഇവിടെ എന്ത് കാര്യം? അല്ല അവർക്ക് ഈ വലിയ വലിയ കെട്ടിടത്തിലൊക്കെ താമസിച്ച് അവരങ്ങ് മടുത്ത്. അതുകൊണ്ട് തന്നെ ഇതേപോലെ ഓടിട്ട കെട്ടിടത്തിൽ താമസിക്കണമെന്ന് അവർക്കൊരു മോഹം. നമ്മളൊന്നും കൊടുക്കുമൊന്നും വേണ്ട. വല്ല കപ്പേ മുള വരച്ചതോ കഞ്ഞിയ പപ്പടോ ചുട്ട പപ്പടോ ഇതൊക്കെ മതി, കഞ്ഞിയൊക്കെ മതി. അമ്മയുടെ മോൻ വന്നങ്ങ് പറഞ്ഞു, അമ്മ അങ്ങ് സമ്മതിച്ചു. അമ്മ ആരാണെന്ന് പോലും ഓർത്തില്ല, മറന്നുപോയി. അമ്മ ഹവീൽദാർ വീരഭദ്രൻ നായരുടെ ഭാര്യയാണ്. ഈ വന്നു പോയത് ആരാണെന്ന് അമ്മയ്ക്ക് അറിയാമോ? നമ്മളെയൊക്കെ വർഷങ്ങളോളം അടിമയാക്കിയിട്ടിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കണ്ണിയിലുള്ള ഒരാളാണിത്. ഇവരെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഹവീൽദാർ ഇവരെയൊക്കെ രക്തം ചിന്തി വെടിവെച്ച് ഇവരെ ഇവിടുന്ന് ഓടിച്ചത്. അങ്ങനെയുള്ള ആ ശത്രുക്കളെ നമ്മളെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ കൊള്ളാമോ അമ്മ? കൊള്ളത്തില്ലല്ലേ? ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ അമ്മ? ഹവീൽദാർ ക്ഷമിക്കുമോ? ഇത് 30,000 രൂപയാണ് അമ്മയ്ക്ക് വലുത്. അല്ല ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് കടന്ന് ചിന്തിച്ചില്ല. ചവ വന്ന് പറഞ്ഞ് ഞാൻ എഴുതിയാടി 30,000 രൂപ സമ്മതിച്ചു പോയതല്ലേ. ബുദ്ധി എന്ന് പറയണ ഇല്ലല്ലോ അമ്മ. 30,000 രൂപ നമുക്ക് നാളെ ഉണ്ടാക്കാം. പിന്നെ പക്ഷെ മാനം പോയാ പോയി. പിന്നെ സംസ്കാരം എന്ന് പറയണത് ഇവനൊന്നും ഇല്ല. നമുക്ക് ഭാര്യയുണ്ട്, പെങ്ങളുണ്ട്, ഭർത്താവുണ്ട്, അനിയനുണ്ട്, ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷെ ഇവന്മാർക്ക് അങ്ങനെ ഒന്നും ഇല്ല അമ്മ. ഇവൻ ഇപ്പൊ പറഞ്ഞുതരാം. ആദ്യത്തെ ദിവസം ഒരു സായിപ്പ് മദാമ കൂടെ ഇനി വരും. വന്ന് അവരൊരു ദിവസം ഇവിടെ കിടക്കും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം വേറൊരു സായിപ്പ് വേറൊരു മദാമയായിട്ട് ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം വന്ന സായിപ്പ് രണ്ടാമത്തെ ദിവസം വന്ന മദാമയായിട്ട് അങ്ങ് പോവും. മറ്റേ രണ്ടുപേരും ഇവിടെ തന്നെ കാണുകയും ചെയ്യും. അതയ്യാ, എനിക്ക് നീ അത് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തോന്നാ, ഒരു സായിപ്പ് വരും പിന്നെ പോവും പിന്നെ വേറെ. ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മളെ അപ്പുറത്തെ വീട്ടിലെ പങ്കയാശി ചേച്ചി, അവിടുത്തെ പങ്കയാശി ചേച്ചിയുടെ കെട്ടിയ നാരായണേട്ടനാണല്ലോ. നാരായണേട്ടൻ ഒരാഴ്ച ഇവിടെ ഇല്ല. ആ സമയത്ത് വേറെ ഏതോ ഒരു ചേട്ടൻ വന്ന് ഈ ചേച്ചിയുടെ കൂടെ ഒരാഴ്ച ആ വീട്ടിൽ പൊറുതി തുടങ്ങിയ അമ്മ സമ്മതിക്കുവോ? ഞാൻ വെട്ടും. എന്റെ മുമ്പിൽ അതൊന്നും നടക്കത്തില്ല. നഖശികാന്ത ഞാൻ അത് എതിർക്കുമല്ലോ. അതാണ് നമ്മളെ വീട്ടിൽ സംഭവിക്കാൻ പോണത്. നോക്കിക്കോ, ഇത് ഇവിടെ സംഭവിക്കാം. അമ്മ സമ്മതിച്ചെങ്കിൽ സമ്മതിച്ചോ. അയ്യോ എടാ, അയ്യോ ഇവിടെ നടക്കത്തില്ല. എന്റെ ഹവീൽദാരുടെ മാന്യത തീർന്നില്ലേ അവിടെ? ഹവീൽദാർ വീരഭദ്രൻ നായരുടെ ഭാര്യ ഇതിനൊക്കെ കൂട്ടുമെന്ന് അറിഞ്ഞോണ്ടല്ലോ അദ്ദേഹത്തിന്റെ ആത്മാവ് സഹിക്കില്ല. അതുകൊണ്ട് ഉചിതമായ തീരുമാനം എടുത്തോ. എന്തായാലും നീ ഇപ്പൊ ഒന്ന് പറഞ്ഞത് എനിക്കൊരു വലിയ പുണ്യമായി പോയി. എന്തായാലും ഞാൻ പിന്നെ എന്റെ ബുദ്ധി തോന്നി ചെറിയൊരു കാര്യം അമ്മയ്ക്ക് പറഞ്ഞു തന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു തന്ന ആരോടും പറയാൻ നിൽക്കണ്ട അമ്മ. എന്താ
എന്താണ് സാഹിബ് വരാന്ന് പറയുമ്പോൾ ബേജാറായ? അതല്ലടാ, അത് ശരിയാവത്തില്ല. എന്ത്? സായിപ്പ് മദാമ ഇവിടെ വന്ന് താമസിക്കുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് ശരിയാവുമെന്ന് തോന്നുന്നു. എന്താ അതിന് കുഴപ്പമെന്ന്? നമ്മൾ അവരോട് വാക്ക് കൊടുത്തല്ലമ്മാ. അതൊക്കെ ശരിയല്ല. ഇനിയിപ്പോ അത് മാറ്റൊന്നും വേണ്ട. ഒരു വരനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. അത് ശരിയാവത്തില്ല. എനിക്ക് ആലോചിച്ചിട്ട് അത് അത്ര അങ്ങോട്ട് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല. അവര് രണ്ടുപേര് വരുന്നു, അതിന് എന്താണ് പ്രശ്നം? അതിലൊക്കെ പ്രശ്നമുണ്ടടാ. എന്ത് പ്രശ്നം? ഒരു കുഴപ്പമില്ലമ്മ. ഞാൻ പറയാല്ല, ഇന്നലെ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ ഹബീൽദാർ വന്നൊരു ഒറ്റ ചോദ്യം, രത്നമ്മേ രക്തം ചൊരിഞ്ഞ് ഇവിടെ നിന്ന് അടിച്ചോടിച്ചവരാണ് നീ വീട്ടിൽ കയറ്റി പാർപ്പിക്കുന്നതിന്, പിന്നെ ജീവിതത്തിൽ അത് എന്താണ് അർത്ഥമെന്ന്. നടക്കത്തില്ല. എന്റെ അമ്മ എന്തിനാണ് ഈ ചുമ്മാ വെറുതെ അടിക്കാൻ നിൽക്കണേ? ഈ പറയണ പുളന്നുള്ള അമ്മയെ കണ്ടറിയാലോ. ആ അതുമല്ല, അവരുടെ സംസ്കാരവും നമ്മുടെ സംസ്കാരവും വളരെ വ്യത്യാസമുണ്ട്. ഞാൻ ആലോചിച്ചപ്പോൾ എന്താണ് ഇത്, അവർക്ക് അമ്മയും പെങ്ങന്മാരെയൊന്നും തിരിച്ചറിയത്തില്ല. ഇവിടെ അവരും ഇവരൊക്കെ ഉള്ളത് നടക്കത്തില്ല. നാട്ടുകാർ ചിരിക്കും. ആരാ അമ്മോട് ഇതൊക്കെ പറഞ്ഞത്? ആരും പറയണ്ട, എനിക്കറിയാം. ഞാൻ കാണുന്നത് തരാം. നമ്മളെക്കാൾ നല്ല ആളുകളാണ് അവര്, അത് മനസ്സിലാക്കാം ആദ്യം. എനിക്ക് വേണ്ട, അത് വേണ്ട. ഞാൻ തീരുമാനിച്ചു, ഇനി നടക്കത്തില്ല. വേണ്ട. വേണ്ട. അപ്പൊ ഈ 10-30,000 രൂപയൊന്നും നമുക്ക് ഒരു വലിയില്ല. ആ രൂപയല്ലടാ, അഭിമാനമാണ് വേണ്ടിയത്, അറിയാമോ? ഇത് എന്തെന്ന് അഭിമാനത്തിന് ക്ഷതം വരണ ഒന്നുമില്ലല്ലോ. ഉണ്ട്, ഇല്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ പറയത്തില്ലല്ലേ. ഞാൻ ആലോചിച്ചപ്പോൾ അത് തന്നെ ശരിയെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വേണ്ട, ചെയിനൊക്കെ ഒരു മാസം കഴിഞ്ഞു. അതൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഞാൻ എടുത്ത് കൊടുത്തോളാം. നിനക്ക് വയ്യെങ്കിൽ നീ എടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. പിന്നെ ഇത്രയും വാശിയൊന്നും പാടില്ല. അതൊക്കെ ഭയങ്കര പോറാ. വാശിയല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞതാ. അത് നിനക്ക് പിന്നെ മനസ്സിലായി. ഞാൻ അവരോട് മാറ്റി പറയണ്ടേ? മാറ്റി പറ. ഇപ്പൊ ഒന്ന് പറയും, കുറച്ച് കഴിഞ്ഞാൽ വേറൊന്ന് പറയും. മാറ്റി പറയേണ്ട സ്ഥിരതല്ലേ? നീ ഒന്നും പറയണ്ട. മാറ്റി പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം. താല്പര്യമില്ലാത്ത വേണ്ട. പിന്നെ വേറെന്താ?